الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فويل للمصلين الذين هم عن صلاتهم ساهون. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പറയാറുള്ള ഒരു പരാതിയാണ്, ഒരു പരിഭവമാണ്, നമസ്കാരത്തിൽ ഭക്തി ലഭിക്കുന്നില്ല, വിചാരിച്ചതുപോലെ തഖ്വയോടുകൂടെ ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പലപ്പോഴും മനസ്സിനെ നമസ്കാരത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരമൊരു ചിന്ത, ഇത്തരമൊരാശയം ആരുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായും ഇന്നത്തെ ഖുതുബ അവർക്കുള്ളതാണ്. നമസ്കാരം ഭക്തിയുള്ളതാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആത്മാർത്ഥമുള്ള ആഗ്രഹമാണ് നമ്മളത് എങ്കിൽ, തീർച്ചയായും അതിനുള്ള പരിഹാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ഖുതുബയിലൂടെ ഏകദേശം 10ഓളം വഴികൾ ഒരു മനുഷ്യന് നമസ്കാരത്തിൽ ഭക്തി നിലനിർത്താൻ, ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച 10ഓളം വഴികളാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഭക്തിയില്ലാത്ത നമസ്കാരം യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കുക. ഞാൻ ഓതി വെച്ച ആയത്ത് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പോൾ നമസ്കാരക്കാർക്കാണ് നാശം. നോക്കൂ നിങ്ങൾ, നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമാണ്, പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന അമലാണ്. ഒരുപാട് പ്രത്യേകതകൾ നമസ്കാരത്തിനുണ്ട്. ആ നമസ്കാരം നിർവഹിക്കാത്തവർക്കല്ല, നമസ്കാരം നിർവഹിക്കുന്നവർക്കാണ് നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ. എന്നാൽ
നമസ്കാരക്കാർക്കാകുന്നു നാശം. അതിനെ തുടർന്ന് അല്ലാഹു പറഞ്ഞത്, അവർ എന്തുകൊണ്ടാണ് അവരുടെ നമസ്കാരം അവർക്ക് നാശമായി തീരുന്നത്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരാണ്, അശ്രദ്ധയോടുകൂടെ നമസ്കരിക്കുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരം കൊണ്ട് നാശം വാങ്ങുന്ന ആളുകളാണോ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണത്. അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും നല്ല ഇബാദത്ത്, അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്ന സമയം, അതൊക്കെ നമസ്കാരമാണ്. ആ നമസ്കാരം ഓർമ്മ വെച്ച നാൾ മുതൽ നിർവഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമസ്കാരത്തിൽ വീഴ്ച വരുത്താത്തവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും. പക്ഷെ ആ നമസ്കാരം നാശമാണെങ്കിൽ, ആ നമസ്കാരം കൊണ്ട് നമുക്ക് നേട്ടമില്ല എങ്കിൽ എത്രമാത്രം ഗൗരവത്തോടു കൂടെയാണ് ആ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. മഹാനായ പണ്ഡിതന്മാർ നമ്മെ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയൊരു വാചകം, യഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നൽ ഖുശൂഅ ഫി സ്വലാ, നമസ്കാരത്തിൽ ഭക്തി എന്നുള്ളത് അതിൻ്റെ സ്ഥാനം ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിന്, ജീവന് എത്രമാത്രം സ്ഥാനമുണ്ടോ, എത്രമാത്രം വിലയുണ്ടോ, അതേ സ്ഥാനമാണ് നമസ്കാരത്തിൽ ഭക്തിക്കുള്ളത്. അഥവാ ഒരു മനുഷ്യനായി ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്, അവൻ്റെ ജീവിതം നിലനിർത്തുന്ന അവൻ്റെ ആത്മാവാണ്, ജീവനാണ്. അതില്ലെങ്കിൽ അവസ്ഥ എന്താ? അവൻ മയ്യത്താണ്. അവൻ നമസ്കാരത്തിൽ ഭക്തിയില്ല എങ്കിൽ അതേതുപോലെയാണ്, മയ്യത്തായ ഒരു കർമ്മമാണ്, ജീവനില്ലാത്ത ഒരു കർമ്മമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇദാ ഫുഖിദത്തി റൂഹ്, ഒരു മനുഷ്യന്റെ റൂഹ് നഷ്ടപ്പെട്ടാൽ മാതൽ ജസദ്, അവന്റെ ശരീരം നശിക്കും. അതേപോലെ തന്നെ ഫൽ ഖുശൂഉ റൂഹുസ് സ്വലാഹ്, നമസ്കാരം എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് നമസ്കാരത്തിന് റൂഹാണ്, ആത്മാവാണ് എന്ന് പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ നമ്മൾ നമസ്കരിക്കണം. അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ, മുഅ്മിനുകളായ ആളുകൾ അവർ വിജയം നേടിയിരിക്കുന്നു, അവർ വിജയിച്ച ആളുകളാണ്. ആരാണ് അവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരം ഭക്തിയോടുകൂടെ നിർവഹിക്കുന്ന ആളുകളാണ് എന്നാണ്. വിജയം വരിക്കുന്ന വിശ്വാസികൾ നമസ്കരിക്കുന്നവരാണ് എന്നല്ല. ആ നമസ്കാരം എങ്ങനെ നിർവഹിക്കണം? ഖുശൂഅോടുകൂടെ, ഭക്തിയോടുകൂടെ നിർവഹിക്കുമ്പോഴാണ് നമ്മൾ വിജയം നേടിയ വിശ്വാസികളായി മാറുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 1-2 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബീ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ' ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅൻ, ഭയത്തോടുകൂടെ കാണേണ്ട ഒരു വാചകമാണത്. എന്നതൊക്കെ പറയുന്നത്, ഈ ഉമ്മത്തിൽ നിന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്നത് ഭക്തിയായിരിക്കുന്നതാണ്. അതെവിടെയാണ്? നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവൂല. നിസ്കാരം ഭക്തിയോടുകൂടെ നിർവഹിക്കാത്ത ആളുകളായി ഈ സമൂഹം വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹത്താ ലാ തറാ ഫീഹാ ഖാശിയൻ, ഒരാളെപ്പോലും ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ഒരാളെപ്പോലും കാണാത്ത ഒരവസ്ഥ വരുമെന്ന് അദ്ദേഹം അബീ ദർദാ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഭക്തിയോടുകൂടെ നമസ്കരിക്കണമെന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട്, അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വഴി എന്താണ്? ഒന്നാമത്തെ വിഷയം പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്തിയോടുകൂടെ നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലും ഭക്തി കാത്തു സൂക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. തഖ്വയുള്ള ആളുകൾക്കേ ഭക്തിയോട് നമസ്കരിക്കാൻ പറ്റുള്ളൂ. സകല തോന്നിവാസവും ചെയ്യുന്ന, സകല തിന്മകളും ചെയ്യുന്ന, ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്തൊരു മനുഷ്യൻ ഒരിക്കലും ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ നമസ്കരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, നമ്മൾ ഒറ്റക്കാവട്ടെ കൂട്ടായിട്ടാവട്ടെ, എല്ലാ മേഖലകളിലും എന്ത് വേണം? ഭക്തിയോടുകൂടെ ജീവിക്കണം. അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. എന്താ അല്ലാഹുവിന്റെ വാചകം? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. എന്നിട്ട് നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു തീർച്ചയായും ഭക്തന്മാരുടെ കൂടെയാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ കൂടെയാണ്, തഖ്വയുള്ള ആളുകളുടെ കൂടെയാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ കാണാം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുക, കർമ്മങ്ങൾ സ്വീകരിക്കുക ആരിൽ നിന്നാണ്? ഭക്തിയുള്ള ആളുകളിൽ നിന്നാണ്.
തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകളിൽ നിന്നാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖ്തസറു മിൻഹാജുൽ ഖാസിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, നമസ്കാരത്തിൽ നിന്റെ ഹൃദയത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതായി നീ കണ്ടാൽ, നമ്മളോടുള്ളൊരു വാചകമാണ്, നമ്മളെ നിസ്കാരത്തിൽ നമുക്ക് തോന്നുകയാണ് ഒരു ഭക്തിയില്ല, ഈമാനോടുകൂടെ നിസ്കരിക്കാൻ പറ്റണില്ല, ഒരു തഖ്വ നമസ്കാരത്തിൽ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നീ അറിയണം. എന്താ അറിയേണ്ടത്? നിനക്ക് ഈമാനിന്റെ കുറവുണ്ട്, നിന്റെ വിശ്വാസത്തിൽ അപാകത ഉണ്ട്. സഹോദരങ്ങളെ, നമ്മൾ നമസ്കാരത്തിൽ ഭക്തിയില്ലാതെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മുടെ ഈമാനിൽ പ്രശ്നമുണ്ട് എന്നാണ്. നമ്മുടെ ഈമാനിൽ എവിടെയോ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്, ഭക്തിയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമസ്കാരം ഭക്തിയോടുകൂടെ നിർവഹിക്കാനുള്ള വഴി എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭക്തി ഉണ്ടാകണം. അതെവിടെയാണ്? കച്ചവട രംഗത്തുണ്ടാകണം. വഞ്ചന കാണിക്കാൻ പാടില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല, കളവ് പറഞ്ഞ് കച്ചവടം നടത്താൻ പാടില്ല. മനസ്സിലായി? ഇതൊക്കെ കച്ചവട മേഖലയിൽ നമ്മൾ പാലിക്കേണ്ട സൂക്ഷ്മതയാണ്. അതേപോലെ തന്നെ വീടുണ്ടാക്കുന്ന മേഖലയിൽ പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കുന്ന ആളുകൾ എന്ത് വർക്കത്ത് അതിലുണ്ടാകുക, എന്ത് സൂക്ഷ്മതയാണ് ആളുകൾക്കുള്ളത്. നമുക്ക് മനസ്സിൽ തട്ടി നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് ബാങ്കുമായി അനിസ്ലാമികമായ ഒരു ബന്ധവുമില്ല എന്ന്? നമ്മുടെ ബിസിനസ് എങ്ങനെയാണ്? നമ്മുടെ മറ്റുള്ള മേഖലകൾ എങ്ങനെയാണ്? നാം വീടുണ്ടാക്കിയത് എങ്ങനെയാണ്? പലിശക്ക് പണമെടുക്കുന്ന ആളുകളാണ് എങ്കിൽ എങ്ങനെ അവർ മുത്തഖിയാകുന്നത്? എങ്ങനെ അവർ സൂക്ഷ്മതയുള്ള ആളുകളാകുന്നത്? അള്ളാഹു പറഞ്ഞ വാചകം എന്താ? നിങ്ങൾ പലിശയെ ത്യജിക്കണമെന്നാണ്. പലിശ വാങ്ങാൻ പാടില്ല, എന്നാ കൊടുക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ അധ്യാപനമുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇന്ന് പലിശ നിസ്സാരമാണ്. എന്തൊരു പ്രശ്നമുണ്ടായാലും നേരെ ബാങ്കിലേക്ക് ഓടുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസികൾ അതിൽ മുന്നിലുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ ഭക്തന്മാരാണെന്ന് പറയാൻ പറ്റുക? അവർ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അതേപോലെ തന്നെ ജീവിതത്തിൽ കണ്ണിനെ നിയന്ത്രിക്കണം. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തൊന്നും കാണാൻ പാടില്ല. കണ്ണു തുറന്നാൽ ധാരാളം അശ്ലീലതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെ? പണ്ട് കാലഘട്ടങ്ങളിൽ അശ്ലീലതകൾ കാണാൻ വേണ്ടി ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട്. നമ്മുടെ മൊബൈലുകൾ ഓൺ ചെയ്താൽ, നമ്മുടെ സ്ക്രീനുകൾ ഒന്ന് ഓണാക്കിയാൽ സകല തോന്നിവാസങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ ആ തോന്നിവാസങ്ങളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണിനെ പിടിച്ചു നിർത്തുക, അതാണ് ഭക്തന്റെ അടയാളം, അതാണ് തഖ്വയുള്ളവന്റെ അടയാളം. നമ്മൾ ട്വിറ്റർ ആകട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റയാകട്ടെ, ഫേസ്ബുക്ക്, ഏത് മേഖലകളിലൂടും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ കൈ എന്ത് ചെയ്യും? ഒന്ന് നിർത്തും, ഒന്ന് സ്റ്റോപ്പാക്കും. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം നോക്കി നിൽക്കും, അല്ലേ? നമ്മുടെയൊക്കെ ഈമാനിന്റെ അളവറിയാൻ, നമ്മുടെയൊക്കെ ഭക്തിയുടെ തോത് മനസ്സിലാക്കാൻ സ്വകാര്യമായി ഇന്നത്തെ ജുമാ കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ മതി. വേറെ ആരും പരിശോധിക്കണ്ട, നമ്മൾ പരിശോധിച്ചാൽ മതി. എൻ്റെ അക്കൗണ്ട് ഞാൻ പരിശോധിച്ചാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കാണുന്നത് എന്താണോ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് എൻ്റെ അക്കൗണ്ടിൽ വരിക, അല്ലേ? സിനിമയുടെ ക്ലിപ്പുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ അശ്ലീലതകളുടെ ക്ലിപ്പുകൾ, ഇതൊക്കെ ഉണ്ടാകും. ഇതെങ്ങനെ കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തിയുടെ അടയാളമാണത്. നമ്മൾ അള്ളാഹുവിനെ പേടിക്കാത്തത് കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് തോന്നിവാസങ്ങൾ കാണുന്നത് കൊണ്ട്, അതാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുക. അതിനൊരു സിസ്റ്റം ഉണ്ട്, അല്ലെ? ഫേസ്ബുക്കിനൊരു സംവിധാനമുണ്ട്, ഇൻസ്റ്റയ്ക്ക് ഒരു സംവിധാനമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരും. സഹോദരങ്ങളെ, നമ്മളിൽ ആരുടെ ഫോണിലാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ധാരാളം വരുന്നത്? നമ്മളിൽ ആരുടെ ഫോണിലാണ് ഇസ്ലാമികമായ പ്രഭാഷണങ്ങൾ അധികം വരുന്നത്? സ്വയം പരിശോധിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല. എൻ്റെ നമസ്കാരം ഭക്തിയുള്ളതാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് വേണം? ഞാൻ എൻ്റെ ജീവിതത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കണം. അതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അറിവ് നേടുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവരാണ് അള്ളാഹുവിനെ പേടിക്കുക, അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസൽ ഇൽമു ബികത്റത്തി റിവായ. അറിവെന്ന് പറഞ്ഞാൽ കുറേ ഹദീസും ആയത്തും മനപ്പാടമാക്കലല്ല, കുറേ റിവായത്തുകൾ അറിയലല്ല. അറിവ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഇൽമു ഖശിയത്തുല്ലാഹ്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ പേടിക്കലാണ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അലൈക ബികത്റത്തി സുജൂദി ലില്ലാഹി ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ വഹത്ത അൻക ബിഹാ ഖതിഅ. ഇതൊരു അറിവാണ്. ഞാൻ ഈ വായിച്ചത്, ഞാൻ ഈ പറഞ്ഞൊരു ഹദീത്താണ്. എന്താ ഹദീത്ത്? എന്താ? നീ അറിയണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സുജൂദ് ചെയ്തു. സഹോദരങ്ങളെ, ആ സുജൂദിലൂടെ അള്ളാഹു നമ്മുടെ ഒരു പദവി ഉയർത്തും. ഇപ്പൊ ഇന്ന് പള്ളിയിൽ വന്നപ്പോൾ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ച ആൾക്കാരുണ്ടാവും, അല്ലെ? 2 റക്അത്ത് തഹിയ്യത്തിൽ 4 സുജൂദ് ചെയ്തു. ആ 4 സുജൂദ് ചെയ്തതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? അത് നമ്മൾ അറിയണ്ടേ. അത് അറിയുമ്പോഴാണ് ആത്മാർത്ഥമായി അത് ചെയ്യാൻ പറ്റുക.
ഇഖ്ലാസോട് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, നമ്മുടെ പദവികൾ ഉയരുന്നു. ആ അറിവുകൾ, നമസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടുക എന്നുള്ളത് ഭക്തിയോടുകൂടെ നമസ്കരിക്കാനുള്ള വഴിയാണ്. ഇപ്പം എല്ലാ നിസ്കാരങ്ങളിലും, ഉറക്കോതി നിസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ നമ്മളൊക്കെ ആമീൻ പറയാറുണ്ട്. ഇമാമ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആമീൻ പറയും. എല്ലാവരും ആമീൻ പറയണം. ആമീൻ പറയാൻ മടി കാണിക്കാൻ പാടില്ല. ഹദീസ് എന്തറിയോ? റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖാലൽ ഇമാമു ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ഫഖൂലു ആമീൻ. ഇമാമു വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ആമീൻ പറയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ മലായികത തഖൂലു ആമീൻ വൽ ഇമാമു യഖൂലു ആമീൻ ഫമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സുബ്ഹാനല്ലാഹ്. എന്താ നേട്ടം? എന്താ? ഇമാം ആമീൻ പറയും. ഇമാം ആമീൻ പറയുന്നതിന് മുമ്പ് ആരും ആമീൻ പറയാൻ പാടില്ല. ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആമീൻ പറയേണ്ടത്. അങ്ങനെ ആമീൻ പറയുന്ന സമയത്ത് മലക്കുകളും ആമീൻ പറയും. മലക്കുകൾ ഒരിക്കലും ഇമാമിനെ മുൻകടക്കൂല. അങ്ങനെ ആ മലക്കുകൾ ആമീൻ പറയുന്നതിനോട് നമ്മുടെ ആരുടെയെങ്കിലും ആമീൻ യോജിച്ചു വന്നാൽ അവന്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. നിസ്കാരത്തിൽ നടക്കണാണിത്. ഇത് നമ്മളിൽ എത്ര ആളുകൾ മനസ്സിലാക്കിയത്? അതാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് നേടിയാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും ആ കൂലി കിട്ടാൻ വേണ്ടി ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കുകയാണ്. അപ്പം നബിന്റെ ബാക്കിൽ ഒരാളുണ്ട്, മഹാനായ റിഫാഅത്ത് ബിൻ റാഫി. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിന്റെ കൂടെ അങ്ങനെ നിസ്കരിക്കുകയാണ്. കുന്നാ യൗമൻ നുസല്ലി വറാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റഫഅ റഅസഹു മിൻ അർറകഅ. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് നബി തല ഉയർത്തി. നബി പറഞ്ഞു, സമി അല്ലാഹു ലിമൻ ഹമിദ. ഈ അത്തിദാലിലേക്ക് വരുമ്പോൾ വാചകം പറഞ്ഞു. അപ്പൊ ഖാല റജുലൻ വറഅഹു, നബിന്റെ ബാക്കിലുള്ള ഒരാൾ എന്തു പറഞ്ഞു? റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന പ്രാർത്ഥന നിർവഹിച്ചു. ഫലമ്മ ഇൻസറഫ്, അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാണ്. അപ്പൊ നബി ചോദിച്ചു, മനിൽ മുതകല്ലിം, ആരാണ് സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബനാ വലക്കൽ ഹംദു എന്ന് പറഞ്ഞ ആളാരാ? അതാരാണ്? അപ്പൊ ഒരു മനുഷ്യൻ പറഞ്ഞു, അന നബിയെ, ഞാനാണിത് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു പേടിച്ചാണ് പറഞ്ഞു, നബി ഞാനാ പറഞ്ഞത്. അപ്പൊ നബി പറഞ്ഞു, റഅയ്തു ബിദഅതൻ വ30 മലകൻ യബ്തദിറൂനഹ അയ്യുകും യക്തുബുഹാ അവൽ. അയാൾ ആ വാചകം പറഞ്ഞപ്പോ ഞാൻ കണ്ടു, എനിക്ക് കാണിക്കപ്പെട്ടു. എന്തറിയോ? 30-ലധികം മലക്കുകൾ അയാൾ പറഞ്ഞ വാക്കിന്റെ നന്മ രേഖപ്പെടുത്താൻ വേണ്ടി ആദ്യമായി രേഖപ്പെടുത്തും. അതിനുവേണ്ടി മത്സരിക്കുന്ന 30-ലധികം മലക്കുകളെ ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൂലിയ ലഭിക്കുന്നത്! സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമ് പറയുമ്പോൾ റബ്ബനാ വലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന പ്രാർത്ഥന നിർവഹിച്ചാൽ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അറിവ് നേടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭക്തിയോടുകൂടെ നമുക്ക് നമസ്കരിക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, ഭക്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിനോട് ചോദിക്കണം, പടച്ചോനെ എന്നെ നീ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കണം. വെറുതെ ലഭിക്കൂല. ഭക്തി എന്നുള്ളത് പെട്ടെന്ന് വരുന്ന ഒന്നല്ല. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക, അതേപോലെ തന്നെ ഭക്തി ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്ത് വേണം? എൻ്റെ നിസ്കാരം ഭക്തിയുള്ളതാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, നബി കാന ഇദാ റകഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി റുകൂ ചെയ്യുന്നു, വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, വലക അസ്ലംതു, ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, വഅലൈക തവക്കൽതു, ഞാൻ നിന്നിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു, അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് തന്നെ ഖശഅ സമഈ, എൻ്റെ ചെവിയെ, എൻ്റെ കേൾവി എന്ത് ചെയ്യണം? എൻ്റെ കേൾവിയെ നീ സൂക്ഷ്മത പാലിക്കുന്നതാക്കണം. അതേപോലെ തന്നെ കണ്ണ്, അതിനെ ഭക്തിയുള്ളതാക്കണം. എൻ്റെ ജസദിനെ, എൻ്റെ ലഹ്മിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ എല്ലുകളെ എല്ലാം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന, ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു ശരീരമാക്കി, ഒരു കേൾവിയാക്കി, ഒരു കാഴ്ചയാക്കി നീ മാറ്റണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ഭക്തി ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നാലാമത്തെ വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. അപ്പോഴാ ഭക്തി ഉണ്ടാകുക. അല്ലാഹുവിന്റെ റസൂൽ മിമ്പർ വന്ന നിസ്കാരം പഠിപ്പിച്ചത്, പരിശുദ്ധമായ മിമ്പറിൽ കയറി നിസ്കരിക്കേണ്ട രൂപം നബി പഠിപ്പിച്ചു. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെ ഈ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ? എങ്കിലും നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വ്യക്തിയുടെ നിസ്കാരം കണ്ടു, ഒരാൾ നിസ്കരിക്കാൻ. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു പറയാ, അൻ സയ്യിദ് ഇബ്നു വഹബ് ഖാല കുന്ന ഇൻദ ഹുദൈഫ ഫിൽ മസ്ജിദ് ഫദഖല റജുലൻ മിൻ അബുബാബി കിൻദ ഫജഅല യുസല്ലി സ്വലാത്തൻ ലാ യുതിമ്മു റുകൂഅഹ വസുജൂദഹ ഫഖാല ഹുദൈഫ മുൻദു കം സല്ലൈത ഹാദിഹി സ്വലാ ഫഖാല മുൻദു 40 സന. ഒരു മനുഷ്യൻ, അയാൾ പള്ളിയിൽ നിസ്കരിക്കുകയാണ്, അയാളുടെ റുക്കൂ ശരിയാകുന്നില്ല,
പൂർത്തിയാകുന്നില്ല, അതേപോലെ സുജൂദൊന്നും പൂർത്തിയാകുന്നില്ല. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ ഇതേ രീതിയിൽ എത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? അപ്പം അദ്ദേഹം പറഞ്ഞു, 40 സന, 40 കൊല്ലമായി ഞാൻ ഇതേപോലെ നിസ്കരിക്കണത്, 40 വർഷമായി ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം തരുമ്പ 40 കൊല്ലങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നാ. 40 കൊല്ലം നിസ്കരിച്ചിട്ടില്ല. എന്തേ കാരണം? അവരുടെ റുക്കൂ ശരിയല്ല, അവരുടെ സുജൂദ് ശരിയല്ല, അത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതെന്നറിയോ, എൻ്റെയും നിങ്ങളുടെയും നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ എന്ന് പരിശോധിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതാ. നബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. നബി എങ്ങനെ തക്ബീർ കെട്ടിയത് അതേപോലെ തക്ബീർ കെട്ടണം. നബി എങ്ങനെ സുജൂദിലേക്ക് പോയത് അതേപോലെ സുജൂദിലേക്ക് പോകണം. നബി എന്താ സുജൂദിൽ പ്രാർത്ഥിച്ചത് അത് പ്രാർത്ഥിക്കണം. അതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോഴാണ് നമ്മുടെ നമസ്കാരത്തിൽ എന്തുണ്ടാകുക? ഭക്തി ഉണ്ടാവുക. 5ാമത്തെ വഴി, അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത ഉണ്ടാകണം. നിസ്കാരത്തിൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കണമെന്ന് ആലോചിക്കണം. അത് നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന ബോധത്തോടെയും ചിന്തയോടുകൂടെയുമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ചിന്ത നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് ജിബ്രീൽ ചോദിച്ചാൽ എന്താണ് ഇഹ്സാൻ, എന്താണ്? ജിബ്രീൽ വന്ന് ചോദിച്ചു, നബിയെ എന്താണ് മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? എന്താ നബി പറഞ്ഞത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. എങ്ങനെ? അള്ളാഹുവിനെ നീ കാണുന്നില്ല, അള്ളാഹുവിനെ നീ കാണൂല, പക്ഷേ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ, അവനെ നീ കാണുന്നില്ലെങ്കിൽ നീ അവനെ കാണുന്നത് പോലെ അവന് ഇബാദത്ത് ചെയ്യലാണ്. അഥവാ നിസ്കരിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമമായ ബോധത്തോടു കൂടെ നിസ്കരിക്കുക. അത് ഭക്തി ഉണ്ടാക്കാനുള്ള വഴിയാണ്. 6ാമത്തെ പോയിന്റ്, ഇത് അള്ളാഹുമായി കൊണ്ടുള്ളൊരു സംസാരമാണ്. ഞാൻ നിസ്കരിക്കുന്നത് റബ്ബുമായി കൊണ്ടുള്ളൊരു മുനാജാത്താണ്, ഒരു സംസാരമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമസ്കരിക്കണം. നമ്മൾ ഫാത്തിഹ ഓതും, ഞാൻ വിശദീകരിക്കുന്നില്ല. ഫാത്തിഹ ഓതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാനിർ റഹീം. ആ സമയത്ത് റബ്ബിന്റെ പ്രതികരണം സ്വഹീഹായ സുദീർഘമായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുമായി കൊണ്ടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ന് എന്ത് ചെയ്യുക? എന്ന രീതിയിൽ നിസ്കരിക്കുക. 7ാമത്തെ പോയിന്റ്, ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരം എന്ന് വിചാരിക്കുക. അപ്പൊ ഇന്നത്തെ ജുമുഅ ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെങ്കിലോ, ഇനിയൊരു സുജൂദ് ചെയ്യാൻ, ഇനിയൊരു റുക്കൂ ചെയ്യാൻ നമുക്ക് അവസരമില്ലെങ്കിലോ? നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവസാനത്തെ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവസാനത്തെ റുക്കൂ ചെയ്യാൻ, ഭക്തി ഉണ്ടാവില്ലേ? സ്വാഭാവികമായി ഭക്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഭക്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ ഈ നിസ്കാരം എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം എന്ന് കരുതുക. ഇനി നിസ്കരിക്കാൻ എനിക്ക് ആയുസ് ഉണ്ടാകുന്ന ഉറപ്പില്ല. അങ്ങനെ തന്നെയാണ് അല്ലേ? സുബഹി നിസ്കരിച്ച ആൾക്കാർ ളുഹ്ർ നിസ്കരിക്കാൻ ഉണ്ടാവില്ല, ളുഹ്ർ നിസ്കരിച്ച ആൾക്കാർ ചിലപ്പോൾ അസർ നിസ്കരിക്കാൻ ഉണ്ടാവില്ല, ഇശാ നമസ്കരിച്ച് കടന്ന ആളുകൾ സുബഹി നമസ്കരിക്കാൻ എഴുന്നേറ്റ് വരുന്നില്ല. അത്രയുള്ള നമ്മുടെ ആയുസ്. അതുകൊണ്ട് തന്നെ ഭക്തി ലഭിക്കാനുള്ള വഴിയാണ് ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് കരുതുക. 8ാമത്തെ പോയിന്റ്, മനസ്സിനെ മറ്റു ചിന്തകളിൽ നിന്ന് ഒഴിവാക്കുക. നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയാൽ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് വരിക? എല്ലാ ചിന്തകളും എല്ലാ കാര്യങ്ങളും പലരുടേതും മനസ്സിൽ വരുന്നപ്പോഴാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളിൽ നിന്ന്, മറ്റുള്ള ചിന്തകളിൽ നിന്ന് ഒഴിവാക്കി പൂർണ്ണമായി നമസ്കാരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഭക്തി ഉണ്ടാകും. 9ാമത്തെ വിഷയം, പിന്നെ വുളു പൂർണ്ണമായിട്ട് എടുക്കണം. നിസ്കരിക്കുന്നതിന് മുമ്പ് വുളു എടുക്കണം, ശരിയായ രീതിയിൽ വുളു എടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. വുളുവിൻ്റെ രൂപം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. 10ാമത്തെ വഴി, നമ്മൾ മനസ്സിലാക്കണം ഭക്തിക്കനുസരിച്ചാണ് നിസ്കരിക്കുക. അപ്പോൾ ഈ പള്ളിയിൽ 250 ആളുണ്ടെന്ന് വിചാരിച്ചോളി. ഈ 250 ആളുകൾ ഇന്ന് ജുമാ നിസ്കരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഒരേ കൂലിയ? നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്ന ആൾക്കും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരേ കൂലിയാണോ? അല്ല. ഒരു പക്ഷേ എൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ചില ആളുകൾക്ക് എന്നേക്കാൾ കൂടുതൽ കൂലി കിട്ടും. കാരണം എന്താ? ഭക്തിക്കനുസരിച്ചാണ് കൂലി. ചില ആളുകൾക്ക് നിസ്കാരത്തിൽ 10ൽ 1 മാർക്ക് ഉണ്ടാകും, 2 മാർക്ക്. നബി പഠിപ്പിച്ചാണ്, എൻ്റെ വാചകമല്ല. 2 മാർക്ക് കിട്ടുന്ന ആൾക്കാരുണ്ടാകും, 3, 4, 5, 6, 7, 8, 9 ഒക്കെ മാർക്ക് കിട്ടുന്ന ആൾക്കാരുണ്ടാവും, 10 മാർക്കും കിട്ടുന്ന ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുഴുവൻ മാർക്കും ലഭിക്കുന്ന ആളുകളാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭക്തിക്കനുസരിച്ചാണ് നിസ്കാരത്തിന്റെ കൂലി എന്ന് മനസ്സിലാക്കി ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 11ാമത്തെ പോയിന്റ്, അർത്ഥറിഞ്ഞ് നിസ്കരിക്കുക. ഇവിടെയാണ് പ്രശ്നം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മൾ 2 സുജൂദുകൾക്കിടയിൽ നമ്മളിരിക്കും. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി എന്ന് പ്രാർത്ഥിക്കുക. പല റിവായത്തുകളുണ്ട് അല്ലേ? സഹോദരങ്ങളെ, ആത്മാർത്ഥമായി മനസ്സിനോട് ചോദിച്ചു, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി. വജ്ബുർനി എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ആരും വിളിച്ചു പറ, സ്വന്തം മനസ്സിനോട് പറഞ്ഞാൽ നിങ്ങൾ ആ വാചകത്തിന്റെ അർത്ഥം ഈ പള്ളിയിലിരിക്കുന്ന എത്ര ആൾക്കാർക്ക് അറിയാം? എത്ര കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലം നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? അല്ലേ? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്.
എന്തർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ആർക്കും അർത്ഥം അറിയാം? ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല, ഞാൻ പറഞ്ഞത് അർത്ഥമറിഞ്ഞ് നമസ്കരിച്ചാൽ ഭക്തി ഉണ്ടാകുന്നു. ആ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് മനസ്സിലായാൽ തഖ്വയോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രശ്നം അതാണ്, നമുക്ക് നമസ്കാരത്തിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ ആശയം എന്താണെന്നറിയില്ല. എത്രമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് അറിയുന്നത് നിസ്കാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്ന് നബിന്റെ നിസ്കാരം പൂർണ്ണമായിട്ടൊന്ന് പഠിക്കുക, അതിന് സമയം മാറ്റി വെക്കുക. അതിനി നന്നായി നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ഒരാളെ വിളിച്ചു വരുത്തി തുടർച്ചയായി ക്ലാസ്സുകൾ എടുക്കണം. ഞാൻ ആ വിഷയത്തിൽ 11-ലധികം ക്ലാസ് ഒരു സ്ഥിരമായ ഒരു സ്ഥലത്തെടുത്തു. 11 പല സ്ഥലങ്ങളും എടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുക, ആൾക്കാരത് പഠിപ്പിക്കുക. അത് പഠിക്കണം, നമ്മൾ അത് പഠിച്ച് ശരിയാക്കണം. കാരണം എന്താ, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ആ നമസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ പരലോകത്ത് നമ്മൾ നഷ്ടകാരികളാകും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അത് പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 41-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവലം യറൗ അന്നാ നഅതിയൽ അർള നൻഖുസുഹാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. ആയത്തിൻ്റെ അർത്ഥം, നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാവശങ്ങളിൽ നിന്ന് അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ? നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ നാനാവശങ്ങളിൽ നിന്ന് അതിനെ ചുരുട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ പെട്ടെന്ന് അതിൻ്റെ ഒരു ആശയം നമുക്ക് മനസ്സിലാകില്ല. ഈ ആയത്തിൻ്റെ ആശയം നമ്മെ ബോധ്യപ്പെടുത്തിയ ദിവസമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ. ഇസ്ലാമിക ലോകത്ത് ഒരു മഹാപണ്ഡിതൻ്റെ മരണവാർത്ത കേട്ടവരാണ് നമ്മൾ. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷേഖ് റഹിമഹുല്ലാ, അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. 20 വയസ്സാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച ശക്തി അദ്ദേഹത്തിന് നഷ്ടമായി. ആലോചിച്ച് നിങ്ങൾ, 20-ാമത്തെ വയസ്സിൽ കാഴ്ചയുണ്ടായിരുന്നൊരു വ്യക്തിയുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം അവശനായി വീട്ടിലിരുന്നില്ല. എൻ്റെ കാഴ്ച പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചു. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും ഇസ്ലാമിക ലോകത്ത് ഇന്ന് ഉള്ളതിൽ ഏറ്റവും നല്ല ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയിൽ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി പദവിയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ചില ആളുകളെ, അറിവുള്ള ആളുകളെ അള്ളാഹു ആദരിക്കുമെന്ന്. അള്ളാഹു ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തുമെന്ന്. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മഹാപണ്ഡിതനായ മഹാനായ ആലു ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടും. 8-ാമത്തെ വയസ്സിലാണ് ബാപ്പ മരിക്കുന്നത്. 8-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. 11 വയസ്സാകുമ്പോൾ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായി അദ്ദേഹം മനഃപ്പാടമാക്കി. 11 വയസ്സാകുമ്പോൾ ചെറിയ പ്രായത്തിൽ ഖുർആൻ പഠിച്ചു. ഹിജ്റ വർഷം 1402 മുതൽ 1436 വരെയുള്ള നീണ്ട 35 വർഷക്കാലം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ മസ്ജിദുൻ നമിറയിൽ ഹജ്ജിൻ്റെ പ്രഭാഷണം നിർവഹിച്ചത്, ഖുത്ബ നിർവഹിച്ചത് ഈ മഹാപണ്ഡിതനാണ്. ഇതൊന്നൊരു ചെറിയ കാര്യമല്ല. നീണ്ട 35 വർഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന 20 അല്ലെങ്കിൽ 25 ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു മഹാസംഗമത്തിന്, ഹജ്ജിന് നേതൃത്വം കൊടുക്കുക, അതിലെ ഖുത്ബ നിർവഹിക്കുക. അവർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അറഫ പ്രഭാഷണം ശ്രദ്ധിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചതാര? മഹാപണ്ഡിതനായ അദ്ദേഹത്തിനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മുഴുവൻ സമയവും കഴിവിന്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ ചില ഭാഗം, രോഗിയായി കിടക്കുമ്പോൾ വരെ അദ്ദേഹം ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുകയാണ്.
അപ്പൊ പണ്ഡിതന്മാരുടെ മരണം എന്നുള്ളത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കേണ്ട കാര്യമാണ്. ഞാൻ ഓതി വെച്ച ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിലെ ആ ചുരുക്കുമെന്ന് പറഞ്ഞത് ഭൂമിയുടെ വിവിധ കോണുകളിൽ വന്ന് അതിനെ ചുരുക്കി കൊണ്ടുവരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിമൗതി ഫുഖഹാഇഹാ, ആളുകളുടെ പണ്ഡിതന്മാരുടെ മരണമാണെന്നാണ്. നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് അതിനെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ആ ചുരുക്കൽ എന്താ? പണ്ഡിതന്മാരുടെ മരണമാണ്, ഫുഖഹാക്കളുടെ മരണമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗതു അൽഫി ആബിദിൻ അഹ്വനു മിനൽ മൗതി ആലിമിൻ ബസീരിൻ ബിഹലാലില്ലാഹി വഹറാമിഹി. ഉമർന്റെ വാചകം അദ്ദേഹം പറഞ്ഞത്, 1000 ആബിദുകൾ മരണപ്പെടുന്നതിനേക്കാൾ, ആബിദ് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭക്തിയോടുകൂടെ ജീവിക്കുന്ന 1000 ആളുകൾ മരിക്കുന്നതിനേക്കാൾ നഷ്ടമാണ്, പ്രയാസമുള്ള കാര്യമാണ് ഉൾക്കാഴ്ചയുള്ള ഹലാലും ഹറാമും അറിയുന്ന ഒരു പണ്ഡിതന്റെ മരണം, ഒരു അറിവുള്ളയാളുടെ മരണം. അതാണ് 1000 ആബിദുകൾ മരിക്കുന്നതിനേക്കാൾ ഈ ലോകത്തിന് നഷ്ടമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം പറഞ്ഞത്, മാ അലാമാതു ഹലാക്കിൻ നാസ്, ജനങ്ങൾ നശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ജനങ്ങളുടെ നാശത്തിന്റെ, ജനങ്ങൾക്ക് നാശം ആരംഭിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് ഹലക്കത്തി ഫുഖഹാഉ ഹലകു, ജനങ്ങളിലെ പണ്ഡിതന്മാര് മരണപ്പെട്ടാൽ, അവർ മരിക്കുകയാണെങ്കിൽ അതോടുകൂടെ ജനങ്ങൾക്കുടെ നാശം ആരംഭിക്കുക. നമ്മൾ നശിക്കാനുള്ള കാരണം എന്താ? പണ്ഡിതന്മാരുടെ മരണമാണ്, അറിവുള്ള ആളുകളുടെ മരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണ്ഡിതന്മാരിൽ നിന്ന് ദീന് പഠിക്കാൻ, ഓരോ ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റ വാചകം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയും, അല്ലാഹു എന്ത് ചെയ്യും? ഇൽമിനെ അങ്ങനെ ഊരിയെടുക്കും. ആ ഊരിയെടുക്കൽ എങ്ങനെയാ? പണ്ഡിതന്മാരുടെ മരണത്തിലൂടെ. ജനങ്ങളിൽ നിന്ന് അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാര്, അവരുടെ മരണത്തിലൂടെ അള്ളാഹു അറിവിനെ ഊരിയെടുക്കും. അങ്ങനെ എന്ത് ചെയ്യും? അവരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും, ഒരു ആലിമ് പോലും ബാക്കിയാകാത്ത രീതിയിൽ, ഒരു പണ്ഡിതൻ പോലും, വിവരമുള്ള ആള് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? ഈ മനുഷ്യന്മാരെത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അറിവില്ലാത്ത, വിവരക്കേടുള്ള ആളുകൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥ വരും. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അറിവുള്ള ആളുകൾ കുറഞ്ഞു വരികയാണ് അല്ലെ? നമ്മുടെയൊക്കെ അറിവിന്റെ ആഴെത്രയാ? നമ്മൾ കണ്ണുകൊണ്ട് കണ്ട പുസ്തകം എഴുതിയ പണ്ഡിതന്മാരെത്രയാ? നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ വലിയ നദിയാണ് ചാലിയാർ പുഴ എന്നുള്ളത്. ആ ചാലിയാർ പുഴയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഞാൻ ഈ പറയുന്നത് ഒരു അതിശയോക്തിയുടെ പ്രയോഗമല്ല, ഒരു കൗതുകമുണ്ടാക്കാൻ വേണ്ടി പറയുന്ന വാചകമല്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യെ പോലെയുള്ള, അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാര് ഒരു നദിയെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. മനസ്സിലായി? 600-700 വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര വാള്യം? 600-700. കിതാബുൽ ഫുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥം 600-ലധികം വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാരുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജീവിച്ച നാളുകളേക്കാൾ കൂടുതൽ, അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ച ദിവസങ്ങളേക്കാൾ കൂടുതൽ ഗ്രന്ഥത്തിലെ പേജുകൾ എഴുതിയ പണ്ഡിതനാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ പണ്ഡിതന്മാരുടെ മരണം അതെന്താണ്? അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ്. ആളുകൾ എന്ത് ചെയ്യും? അവസാന കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടാകില്ല, അറിവുള്ള ആളുകൾ ഉണ്ടാകില്ല. എന്നിട്ട് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആരായിരിക്കും? അറിവില്ലാത്ത ജാഹിലുകളായ ആളുകളായിരിക്കും. ആ ജാഹിലുകളായ ആളുകളോട് അവരോട് ചോദിക്കും, കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും, മനുഷ്യന്മാർ ചോദിക്കും. അവരെന്ത് ചെയ്യും? അവര് ഫത്വ കൊടുക്കും. ആ ഫത്വ എന്താ? ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്ത, അവർക്ക് വിവരമില്ലാത്ത കാര്യം എന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ അവർക്കൊരു വിവരം ഉണ്ടാകില്ല, അവർക്കൊരു അറിവുണ്ടാകില്ല. അങ്ങനെ എന്ത് ചെയ്യും? അവര് സ്വയം പിഴക്കും, മറ്റുള്ള ആളുകളെയും പിഴപ്പിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ് അറിവ് നേടുക എന്നുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, അറിവുള്ള ആളുകളുണ്ട്. അവരെ സമീപിച്ച് ഒഴിവ് കണ്ടെത്തി, സമയം കണ്ടെത്തി അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും ആ ദീന് നിലനിർത്താനും കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ, മരണപ്പെട്ടു പോയ മഹാപണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ആൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഈ ലോകത്തിന് ഉപകാരപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ ജീവിക്കാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഇന്നൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്, എല്ലാ ആളുകളും അതിന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക.
ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ ധാരാളം ദഅവാ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയിലെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷനാണ് ഇന്ന് എടുക്കുന്നത്. പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി അതുമായി ബന്ധപ്പെട്ട എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഈ അടുത്ത മാസം 1-ാം തീയതി ഒക്ടോബർ 1 ബുധനാഴ്ച അസർ നമസ്കാര ശേഷം ബഹുമാന്യനായ സുബൈർ സലഫിയുടെ പഠന ക്ലാസ് നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും. എല്ലാ ആളുകളും കുടുംബസമേതം ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.